കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ് നഴ്സുമാരെ കല്യാണം കഴിച്ചിട്ട് പക്ഷെ എല്ലാ നഴ്സുമാരും അങ്ങനെ കല്യാണം കഴിക്കാൻ തയ്യാറല്ലല്ലോ ഇപ്പൊ. അതൊക്കെ ഒരു സിനിമ കഥ പോലെ നടക്കുന്ന കാര്യമൊന്നും അല്ല. യൂറോപ്പിൽ പോയി അപ്പോൾ തന്നെ പൈസ ഉണ്ടാക്കുക. പലപ്പോഴും എൻക്വയറി വരുന്നത് ഇവിടെ ഭയങ്കര കടമാണ്, യൂറോപ്പിൽ ജോലി കിട്ടിയാൽ രക്ഷപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും ഇല്ല. അത് ചിലപ്പോൾ 1, 2, 3 വർഷം കഴിഞ്ഞിട്ട് ഒരു സാമ്പത്തിക ഉന്നതിയൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ആദ്യമേ അടുത്ത മാസം പോയി നാട്ടിലെ കടമൊന്നും വീട്ടാൻ അവിടെ പോയൊന്നും സാധിക്കില്ല. ഞങ്ങൾ കൊണ്ടുപോകാവുന്നല്ല, ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്നൂടെ കാണിക്കും. സോ അങ്ങനെ അത്രയധികം കൂടുതൽ നമുക്കൊരു കമ്പനിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ആളുകൾ വിചാരിക്കും അത് പക്ക പ്രമോഷൻ ആണെന്ന്, പക്ഷെ ആക്ച്വലി അത് പ്രമോഷൻ അല്ല. ഇത് ഇന്ന പോലെ നടക്കുന്നുണ്ട്, ആളുകൾ അറിയണം. നമ്മൾ വെറുതെ ഒരു രാജ്യം നമുക്ക് വിസ തരില്ല, വെറുതെ ഒരു കമ്പനി നമുക്ക് വിസ തരില്ല. നമ്മുടെ ഏറ്റവും നല്ല കഴിവിനെ അവർ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഈ അൺസ്കിൽ എന്ന് പറയുന്നത് ശാരീരിക അധ്വാനമുള്ള ജോലി തന്നെയാണ്. അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മേഡത്തിൻ്റെ കയ്യിലൊരു 20 ലക്ഷം രൂപ ബാങ്കിലുണ്ട്. 20 ലക്ഷം രൂപ ബാങ്കിലെടുത്ത് ആ സ്റ്റേറ്റ്മെന്റ് കാട്ടിയിട്ട് ജർമ്മനിയിലോട്ട് ഒരു വിസയ്ക്ക്, ടൂറിസ്റ്റ് വിസയ്ക്കാണ് അപ്ലൈ ചെയ്തത്. എൻ്റെ എത്തുമ്പോൾ ഫൈനാൻഷ്യലി ഞാൻ സൗണ്ടാണ്, ഞാൻ ജർമ്മനി ഒന്ന് കാണാൻ വരികയാണ്. മേഡത്തിന് വിസ തരണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അവർ തീരുമാനിക്കും ഇവർക്ക് കൊടുക്കണോ വേണ്ട. ഈ 20 ലക്ഷം രൂപ ഞാൻ എൻ്റെ ഫണ്ട് ഉണ്ടല്ലോ, എന്താ നിങ്ങൾ തരാമെന്ന് വെച്ചാൽ അവരുടെ ആവശ്യം, അവർക്ക് അവരറിയാം നിങ്ങൾക്ക് വേണോ, നിങ്ങളുടെ പ്രൊഫൈൽ അവർ ഇവാലുവേറ്റ് ചെയ്യും. വെറുതെ അവരെന്ത് ചെയ്യില്ല, വിസ നിങ്ങൾക്ക് തരില്ല. അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സ്ട്രോങ് ആക്കുന്നു അത്രത്തോളം നിങ്ങളുടെ വിസ സക്സസ് കൂടും. അപ്പൊ ഞാൻ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, നിങ്ങളൊരു ലേബർ ആയിട്ട് യൂറോപ്പിലേക്ക് പോവുകയാണ്. ഞാൻ 2 പേര് ഉദാഹരണം പറയാം. ഒരു അക്കൗണ്ടന്റ്, കൊച്ചിയിലുള്ള ഒരു അക്കൗണ്ടന്റ് യൂറോപ്പിലേക്ക് അൺസ്കിൽഡ് ആയിട്ട് പോകാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്ന് വെക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരു ഗോൾഡ് സ്മിത്തിനെ ഒരു കമ്പനി, ഒരു ഗോൾഡ് മാനുഫാക്ചറിങ് കമ്പനി ഹയർ ചെയ്തിട്ട് അവരും വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുക. ഈ അക്കൗണ്ടന്റ് കൊടുത്തിരിക്കുന്നത് അൺസ്കിൽഡ് ജോലി. പുള്ളി ഇതുവരെ അൺസ്കിൽഡ് ജോലി സ്വന്തം നാട്ടിലോ എങ്ങും ചെയ്തിട്ടേയില്ല. പുള്ളിയുടെ പ്രൊഫൈലിൽ വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് വിസ ഓഫീസറാണ് ഇത് നോക്കുന്നത്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ പുള്ളി ഇന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് ആയിരുന്നു, ഇന്നടുത്ത് സീനിയർ അക്കൗണ്ടന്റ് ആണ്, ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇതാണ് CV പറയുന്നത്. സർട്ടിഫിക്കറ്റ് നോക്കുന്നത് മുഴുവൻ ഏതാ, BCom, MCom, പിന്നെ ഇപ്പോൾ പറയുന്ന ഈ ACCT പോലുള്ള സർട്ടിഫിക്കേഷൻസും ഉണ്ട്. ശരി, അതൊക്കെ ഓക്കെയാണ്, നല്ല പ്രൊഫൈലാണ്. അടുത്ത വിസ ഓഫീസർ ഒന്ന് നോക്കുന്നത് എന്തായിരിക്കും, ഇയാൾ എങ്ങോട്ടാണ് ജോലിക്ക് പോകുന്നത്, അല്ലെ ഏത് കമ്പനിയിലേക്കാണ്. ആ കമ്പനി നോക്കാം, കമ്പനി വലിയ കമ്പനി തന്നെയാണ്. ഇനി ഇയാളുടെ പൊസിഷൻ എന്താണ്. അപ്പോഴാണ് അയാൾ കാണുന്നത് അൺസ്കിൽഡ് ലേബർ. ഈ എക്സ്പീരിയൻസ് ഇതും യാതൊരു ബന്ധമുണ്ടോ? അപ്പം അദ്ദേഹത്തിന് ഒരു ഡൗട്ടിങ് തോമസ് ആയി മാറാൻ സാധ്യതയില്ലേ? കാരണം ഇദ്ദേഹം എന്തിനാണ് യൂറോപ്പിലേക്ക് വരുന്നത്? തൊഴിലെടുക്കാൻ തന്നെയല്ല. കാരണം ഇദ്ദേഹം BCom ആയിക്കോട്ടെ, MCom ആയിക്കോട്ടെ, ഇദ്ദേഹത്തിന് കാണിച്ചിരിക്കുന്ന ഡോക്യുമെന്റിൽ എങ്ങും ഇത്തരത്തിലുള്ള ഒരു ജോലിയും ചെയ്തതായിട്ട് കാണാനില്ല. അപ്പോൾ ആ വിസ ഓഫീസർക്ക് ഈ വിസ റിജക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം അയാളെ എഴുതിയിരിക്കുന്നത് എന്തിനാ? ഇത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പം അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എന്താ? ഫിൽട്ടർ ചെയ്ത് ഈ രാജ്യത്തിന് ആവശ്യമുള്ള ആൾക്കാരെ മാത്രമേ ഇങ്ങോട്ട് കയറ്റാവൂ എന്നാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. തീർച്ചയായും ആ വിസ ഓഫീസർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫയല് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നേരെ മറിച്ച് ആ ഗോൾഡ് സ്മിത്ത് നോക്കുമ്പോൾ ഗോൾഡ് സ്മിത്താണ്, ചെറിയ ഡിപ്ലോമ ഒക്കെ ഇത് ചെയ്തിട്ടുണ്ട്, ഇന്ന ജ്വല്ലറിയിലൊക്കെ ഇയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, വിളിച്ചിരിക്കുന്ന ഒരു കമ്പനിയും ഗോൾഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്, അദ്ദേഹത്തിന് ഈ വിസ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിലേക്ക് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഒരു അക്കൗണ്ടന്റ് പോയി നമ്മുടെ വിചാരം നമ്മുടെ പാക്കിംഗ് സെക്ഷനിലാണ് കിട്ടുമെന്ന് നമ്മൾ പോയെന്ന്, അവിടെ ചെന്ന് ലോഡിംഗ് സെക്ഷൻ കിട്ടിയാലോ? നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ജോലി കൊടുക്കാവോ എന്ന് ഇവിടെ ഇരിക്കുന്ന ഏജന്റ് എഴുതി കൊടുത്തു വിടാൻ പറ്റുമോ? അവിടെയുള്ള വേക്കൻസി അനുസരിച്ചുള്ള ജോലി, ഒരു കമ്പനിയിൽ പല ജോലി ഉണ്ടാവും, ഒരു ഗോഡൌണിൽ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ പല ജോലികളുണ്ടാവാം. ഇവർ പോകുന്ന ദിവസം അവിടെ ലോഡിങ്ങും അൺലോഡിങ്ങുമാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഇത് യൂട്യൂബിലല്ലേ പോകുന്നത്, അപ്പോൾ കമന്റ് പറയും അവിടെ ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടല്ലോ. ശരി, ആയിക്കോട്ടെ. അപ്പം ഇദ്ദേഹത്തിന് ഫോർക്ക് ലിഫ്റ്റ് അറിയില്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ പല ജോലികളും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയിട്ട് ചിലപ്പോൾ ആ ജോലിയിൽ പെർഫോമൻസ് ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളിയുടെ മൈൻഡ് മുഴുവനും അവിടെ ഇറങ്ങിയ ശേഷം, TRC എന്ന കാർഡ് കിട്ടിയ ശേഷം ഞാൻ അടുത്ത ദിവസം അടുത്ത കമ്പനിയിൽ ഏതെങ്കിലും ജോലിക്ക്, ഇത് തന്നെയാണ് കോൺസെപ്റ്റ്. 90% ആളുകളുടെയും കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. അല്ലെങ്കിൽ അവർ ലേബറായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഞാൻ കൃത്യമായ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്നു. ഇങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്പിലേക്കുള്ള ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ നിങ്ങൾ സക്സസ് ആവുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഒരു
എന്താ പറയുക, ഇമിഗ്രേഷൻ ഏജൻസിയുടെ റോൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പാംസ്റ്റർ തന്നെയല്ല, വേറെ ഏതൊരു ഏജൻസി ആയിക്കോട്ടെ, നമ്മൾ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ന ആള് ഇന്നതുപോലെ പറ്റിച്ചു എന്നൊക്കെ, നമ്മൾ ന്യൂസിലാണെങ്കിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിത് കൊടുക്കുമ്പോൾ എല്ലാ ആൾക്കാരും, മിക്ക ആൾക്കാരും സാധാരണ ആൾക്കാരായിരിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവിടെ ചെന്നിട്ട് ചെയ്യാന്നുള്ള ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇത് എങ്ങനെയാണ് ആ ഒരു കാര്യം നിങ്ങൾ? നമുക്ക് ലേബർ ആയിട്ട് 3 തരത്തിൽ പോകാൻ പറ്റും. ഒന്ന്, ഏറ്റവും ഈസിയസ്റ്റ് ഫ്രീ ആയിട്ട് പോകാൻ 2 മാർഗം പറയാം. നിങ്ങളൊരു സുഹൃത്ത് ഉണ്ട്, അവിടെ ഒരു ബന്ധുവുണ്ട്, നിങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ടെന്ന് വെക്കുക. അദ്ദേഹം ഒരു വെയർഹൗസിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹം അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കമ്പനിയുടെ ഒരു HR ലെവലിലോ മാനേജർ ലെവലിലോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ എക്സ് നാട്ടിലുണ്ട്, അവൻ എന്നേക്കാൾ മിടുക്കനാണ്, അവനെ നിങ്ങൾ കൊണ്ടുവന്ന ഈ കമ്പനി ജോലി ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊടുത്ത് ഒരു വർക്ക് പെർമിറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഫ്രീ ആയിട്ടോ ചെറിയൊരു കോസ്റ്റ്, എന്നാലും ഫ്രീ ആയിട്ടൊന്നും പറ്റില്ല, ഏകദേശം ഒരു 200-നും 500 യൂറോയ്ക്കിടെ അതിൻ്റെ വിസയ്ക്ക് ലോയർ ഉണ്ടാവും, റിക്രൂട്ടർ ഉണ്ടാവും, ഒരു 700-800 യൂറോ വരെയെങ്കിലും അവിടെ ചിലപ്പോൾ ചിലവാകും. ചിലപ്പോൾ 1000 യൂറോ, പല കൺട്രിയുടെയും വ്യത്യസ്തമാണ്. അവിടെ HR അവരുടെ പേയ്മെൻറ്റ് കൊടുക്കും. 1500 യൂറോയ്ക്കുള്ളിൽ ചിലപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 1500 യൂറോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫ്രീ ലെവലിലാണ് ഞാൻ പറയുന്നത്. ഒരു ഏജൻസി റിക്രൂട്ടറോ ഒന്നും അവരോട് ഇല്ല. അതൊരു ഇൻഫ്ലുവൻസ് ബേസ്ഡ് ഇമിഗ്രേഷൻ എന്ന് പറയാം. സോ കൃത്യമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ആത്മാർത്ഥമായ ഒരു കൂട്ടുകാരനോ ഒരു ബന്ധുവോ നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ബന്ധു ഇതും കൊണ്ട് അങ്ങ് നമ്മുടെ 500 യൂറോയും കൊണ്ട് പോകും. അപ്പോൾ അത് ഒരു വഴിയാണ്. അപ്പോൾ അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ കമ്പനിയെ വിശ്വസിക്കാം, ആ ജോലിയെ വിശ്വസിക്കാം, അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു നമുക്ക് ഡയറക്ഷൻസ് ഒക്കെ ആൾ ഫ്യൂച്ചർ തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ജോബ് ഹണ്ടാണ്. കൃത്യമായിട്ട് ഈ അവിടെ ജോബ് സൈറ്റുകളുണ്ട്, ഓരോ രാജ്യത്തിൻ്റെതായ ജോബ് സൈറ്റുകളുണ്ട്, ലോക്കൽ റിക്രൂട്ട്മെന്റ് സൈറ്റുകളാണ്. ഇപ്പൊ ഇന്റർനാഷണൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനും ഇൻഡീൻ പോലുള്ള ഇന്റർനാഷണൽ സൈറ്റുകളുണ്ട്. ഓരോ രാജ്യങ്ങളുടെ സീക്ക് പോലുള്ള സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകളിൽ നിങ്ങളുടെ യൂറോ പാസ് CV അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ കൃത്യം വെക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതേ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയി അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു 50% നിങ്ങളുടെ CV-യുമായി റിലേഷൻ ഉള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ 4 മാസം അയക്കണം, ചിലപ്പോൾ 6 മാസം അയക്കണം. ഇങ്ങനെ അത് കൃത്യം മോണിറ്റർ ചെയ്ത് അയച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ രക്ഷപ്പെടുന്ന 100 കണക്കിന് മലയാളി ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ നല്ല ബ്രില്യൻറ്റ് പീപ്പിളാണ്. എനിക്ക് അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈയിടയ്ക്ക് ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ ഒരു പയ്യനെ കണ്ടു. അവിടെ ഒരു ബാങ്കിൽ ജോലി ചെയ്യാണ്. അവൻ ഇവിടുന്ന്, ഞങ്ങൾ ഒരേ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചത്. അപ്പോൾ അവൻ ഇവിടുന്ന് ജോലി കിട്ടി പോയതാണ്. അവന് കൃത്യമായിട്ട് ഒരു ഇംഗ്ലീഷ് ഒരു കമ്പനിയിലേക്ക് അവൻ അയച്ചുകൊണ്ടേയിരുന്നു. പല ഒരു കമ്പനി തന്നെ മടുത്തിട്ടുണ്ടാവും അവൻ്റെ ശല്യം കാരണം. അപ്പോൾ അവൻ കവർ ലെറ്റർ അപ്പം മാറ്റും. ഒരു റിജക്ഷൻ വരുമ്പോൾ അവൻ കവർ ലെറ്റർ മാറ്റും, അല്ലെങ്കിൽ CV അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ പുതിയ എക്സ്പീരിയൻസ്, പുതിയ സർട്ടിഫിക്കേഷൻ ചെയ്യും. നമുക്കിപ്പോൾ 2-3 മാസമൊക്കെ സർട്ടിഫിക്കേഷൻ ഓൺലൈനിൽ കിട്ടും അല്ലേ? ഇതൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളിലൊരു ട്രസ്റ്റ് ഉണ്ടാകുകയും ഈ ഓൺലൈൻ സൈറ്റൊക്കെ ഇന്റർനാഷണൽ ഹയറിംഗ് സ്പോൺസർഷിപ്പ് ഉള്ള സൈറ്റുകളൊക്കെ നമ്മളെ തിരക്കി തന്നെ അവർ തരുന്നത്. നമ്മൾ എത്രത്തോളം ട്രൈ ചെയ്യുന്നു അനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റി വരും. ഇങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം, ഇത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതായത് ഇന്നിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നാളെ യൂറോപ്പിൽ പോകണമെന്നോ ഇതെന്നു പോകുമെന്നോ ഒരു ഉറപ്പുണ്ടാവില്ല. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ എന്തെങ്കിലും ജോലിയിലായിരിക്കുക, അതിൻ്റെ കൂടെ പാരലായി ആരും അറിയാതെ ഇത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് 2 മാർഗം ഫ്രീ ആയിട്ട് യൂറോപ്പിൽ പോകാനുള്ളത്. അപ്പം 3ാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു റിക്രൂട്ടറാണ്. റിക്രൂട്ടർ കം കൺസൾട്ടൻ്റ്, ഇമിഗ്രേഷൻ ഏജൻസികൾ. അപ്പോൾ ഞങ്ങൾ ഈ പ്രസ്ഥാനമൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ട് ഓഫ് എമിഗ്രൻ്റ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഇന്ത്യയിൽ വേണം. പക്ഷെ ഞാൻ നമ്മുടെ ആംസ്റ്റർ എന്ന് പറഞ്ഞ HR റിക്രൂട്ട്മെന്റ് നടത്തുന്നത് UAE-ലാണ്. അത് വർഷങ്ങളായിട്ട് നമ്മൾ UAE ഗവൺമെന്റിന്റെ HR പ്ലേസ്മെന്റ് കൺസൾട്ടൻ്റ് ആണ്. ഞാൻ UAE റെസിഡൻ്റ് കൂടാണ്. അപ്പോൾ നമ്മളവിടെ ഈ പറയുന്ന പല കമ്പനികളുടെയും പ്രോജക്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് യൂറോപ്പിലേക്കുള്ള ഒരു പ്രോസസ്സിൽ ഫസ്റ്റ് ഒരു രാജ്യത്തെ ഒരു റിക്രൂട്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് എത്രത്തോളം എംപ്ലോയർ നേരിട്ട് കണ്ടെത്തിയാലും നമുക്ക് ഒത്തിരി പാളിച്ചകളുണ്ടാകും ഫ്യൂച്ചറിൽ. അപ്പോൾ അവിടുത്തെ ഒരു സ്ട്രോങ് റിക്രൂട്ടറുമായി അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ അറ്റോർണി ലോയേഴ്സുമായി നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് അവിടുത്തെ ഒരു കമ്പനിയുടെ ജോബ് ഓർഡർ എടുക്കുക. കാര്യം ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ അൽബേനിയ എന്ന രാജ്യത്തിൻ്റെ ഒരു പ്രോജക്റ്റ് എടുത്തു എന്ന് വെക്കുക, ഒരു പല കാറ്റഗറി. അൽബേനിയയിൽ അല്ലെങ്കിൽ ഞാനൊരു ഓഫീസ് ഇടണം.
അവിടുത്തെ ലോക്കൽ നമ്മുടെ റിക്രൂട്ടറുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാൻ നമുക്ക് അവിടെ ഒരു ഓഫീസ് നമുക്ക് ഇവരിൽ നിന്ന് പല പേപ്പറും കൃത്യമായി ഇമിഗ്രേഷനിൽ എത്തിയെങ്കിലേ വർക്ക് പെർമിറ്റും ജോബ് കോൺട്രാക്റ്റും ഒക്കെ ആയി വരുള്ളൂ. അവിടുത്തെ ഇരിക്കുന്ന ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ യൂറോപ്യൻസ് അറിയാം, നമുക്ക് പലപ്പോഴും അവരൊരു ടൈം ഫ്രെയിം ഒരു ഉച്ചവരെ അവർക്ക് ജോലിയുള്ളൂ, അല്ല 3 മണിക്ക് ശേഷം അവരൊന്നും ഓഫീസിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും ഭയങ്കര ഫാസ്റ്റായി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു റിക്രൂട്ടറെ വെക്കുമ്പോൾ ഒരു ഗുണം, റിക്രൂട്ടറും കമ്പനിയുമായി കണക്ഷൻ ചെയ്യും. അപ്പോൾ അവരാണ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് അയച്ചു തരുന്നത്. അപ്പം നമ്മൾ റിക്രൂട്ടറുമായിട്ട് ഫോളോ അപ്പിൽ ഇരുന്നാൽ മതി. അതുകൊണ്ട് ഇവിടെ ഒരു എക്സ്പെൻസ് ഉണ്ട്. ഒരു റിക്രൂട്ടർ നമുക്ക് വെറുതെ ജോലി ചെയ്യില്ല. ഞങ്ങൾക്കൊരു ജോബ് ഓർഡർ കിട്ടുമ്പോൾ ഒരു മിനിമം ഒരു 10-25 ജോബ് ഓർഡർ ആയിരിക്കും ഒന്നിച്ച് വരുന്നത്. അപ്പം നമുക്കൊരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പാർട്ട് ഓഫ് ബിസിനസ്. ഞങ്ങളൊരു ഇത് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് സർവീസ് തന്നെ ഒരു ബിസിനസ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടാവും അവിടെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ബൾക്ക് ജോബ് ഓർഡർ എടുത്താൽ പോലും നമുക്ക് ഈ പറയുന്ന ഇത്രയും റിക്രൂട്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൺസൾട്ടൻസി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ഈ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞോളൂ, ഇതിൽ 90% ഇതിൽ സക്സസ് ഉണ്ടാവുമെന്ന് നമ്മൾ ആദ്യമേ മനസ്സിൽ എഴുതണം. യൂറോപ്പിൽ അങ്ങനെയാണ്. വിസ കിട്ടില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ലെന്നോ അല്ല, നമ്മൾ ഇതിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ വീട്ടുകാരെയും നമ്മൾ ഒന്ന് ബോധിപ്പിച്ചെടുക്കേണ്ട കാര്യം, പല കാരണങ്ങൾ ഇതിനകത്ത് റിജക്ഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഈ പ്രോസസ്സ് നിന്നു പോവുകയോ ചെയ്യാം. പല കാരണങ്ങളെ നമ്മൾ അത് ആദ്യം മനസ്സിൽ കണ്ടിരിക്കണം. അതിപ്പം യൂറോപ്പിലെ വർക്ക് പെർമിറ്റ് മാത്രമല്ല, സ്റ്റുഡൻറ് വിസ ആണെങ്കിലോ ഇനി നഴ്സസിന് പോലെ ഇങ്ങനെ ഇമിഗ്രേഷൻ പ്രോസസ്സ് ആണെങ്കിലും എല്ലാത്തിനും, ഇനി വിസിറ്റ് വിസ ആണെങ്കിൽ പോലും 90% ഇത് കിട്ടുള്ളൂ എന്നുള്ള ഒരു നമ്മളൊരു ബോധമുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കൂ. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ ഇത് കിട്ടിയില്ലെങ്കിലോ, പല കാരണത്താൽ ഇത് കിട്ടാതെ വരുമല്ലോ. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര വിഷമമാവും, അല്ലെങ്കിൽ നിങ്ങൾ മാനസികവും സാമ്പത്തികവുമായി നിങ്ങൾ തളർന്നു. കാരണം അത്യാവശ്യം പൈസ മുടക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നോക്കുക. നിങ്ങൾ സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് പിടിച്ചേക്കാൾ ചുറ്റുപാടുണ്ട്. ചില ആളുകളൊക്കെ ഉള്ള ജോലിയും കളഞ്ഞ് വസ്തുവും വിറ്റിട്ട് യൂറോപ്പിൽ പോകാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. വീട് വിറ്റിട്ട് യൂറോപ്പ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കിയിട്ട്. എനിക്ക് പലപ്പോഴും എൻക്വയറി വരുന്നത് ഇവിടെ ഭയങ്കര കടമാണ്, യൂറോപ്പിൽ ജോലി വീട്ടിൽ രക്ഷപ്പെടില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും ഇല്ല. അത് ചിലപ്പോൾ 1, 2, 3 വർഷം കഴിഞ്ഞിട്ട് ഒരു സാമ്പത്തിക ഉന്നതിയൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ആദ്യമേ അടുത്ത മാസം പോയി നാട്ടിലെ കടമൊന്നും വീട്ടാൻ അവിടെ പോയൊന്നും സാധിക്കില്ല. അതൊക്കെ ഒരു സിനിമ കഥ പോലെ നടക്കുന്ന കാര്യമൊന്നും അല്ല. യൂറോപ്പിൽ പോയി അപ്പോൾ തന്നെ പൈസ ഉണ്ടാക്കുക, ആ റീലൊക്കെ ഉണ്ടാവാം. കാരണം അവരെല്ലാവരും അങ്ങനെയാണ് നടക്കുന്നത്. അവിടെ മഞ്ഞ് വരുമ്പോൾ മഞ്ഞത്ത് നടക്കുന്ന ജാക്കറ്റ്സും അവിടെ ഉടുപ്പ്, അത് അവിടുത്തെ ഒരു സാധാരണ സംഭവമാണത്. അത് ഒരു വിഷ്വലായി മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു ഇംപ്രഷനാണ്. നമ്മൾ ഇവിടുന്ന് മണാലി പോകണം ഇതൊക്കെ ഒന്ന് കാണണമെങ്കിൽ. അവർ റെഗുലർ ലൈഫിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്ന് നമ്മളങ്ങ് അങ്ങോട്ട് അട്രാക്ട് ചെയ്യുകയാണ്. അപ്പം ഏജൻസി സെലക്ട് ചെയ്യുമ്പോൾ ഇത്രയും നോക്കിയാൽ മതി. ആ കമ്പനിക്ക് തുടരെയായിട്ട് ഇവിടുന്ന് ആരെങ്കിലും യൂറോപ്പിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ അവർ തരുന്ന ഈ കമ്പനിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ CV സെലക്ഷനോ ഒക്കെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ ഉണ്ട്. ഈ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 2 months പ്രോസസ് അല്ല. ചിലപ്പോൾ 6 മാസം എടുക്കാം, ചിലപ്പോൾ 8 മാസം എടുക്കാം, ചിലത് 2 മാസവും ചിലപ്പോൾ 1 മാസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടൈം പ്രോസസ്സ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം യൂറോപ്പിലേക്ക് പോകാൻ. ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഏജൻസി വഴിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ POE പ്രൊട്ടക്ട് ഓഫ് എമിഗ്രന്റ് എന്ന് പറയുന്ന മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ ഒരു ലൈസൻസ് റിക്രൂട്ടേഴ്സ് തിരഞ്ഞെടുക്കുക. UAE ആണെങ്കിൽ UAE ഗവൺമെന്റിന്റെ HR പ്ലേസ്മെന്റ് ലൈസൻസ് ഉണ്ട്, അത് ഇമിഗ്രേഷൻ ലൈസൻസ് ഉണ്ട്, അത് നോക്കിയെടുക്കുക. പിന്നെ ഈ കമ്പനി എത്ര കാലം കൊണ്ട് ഇവിടെ ഉണ്ട്, ആ കമ്പനിയിൽ നിന്ന് എങ്ങോട്ട് കാര്യങ്ങളിൽ പോകുന്നുണ്ടോ, അവർക്കൊരു സ്പോക്ക് പേഴ്സൺ ഉണ്ടോ ആ കമ്പനിക്ക്, അതെപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കമ്പനിക്ക് ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ ആക്ടറോ മോഡലോ ഒക്കെ ആയിരിക്കും അതിൻ്റെ കാണുന്നത്. ആ കമ്പനിയെ പറ്റി സംസാരിക്കുന്ന, കമ്പനിയെ ഒരു റെസ്പോൺസിബിൾ ആയി ഈ കാര്യങ്ങളൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി ആളുകൾ മുന്നിൽ എത്തിക്കുന്ന ഒരു സ്പോക്ക് പേഴ്സൺ. എല്ലാ മിക്കവാറും റെപ്യൂട്ടഡ് പ്രസ്ഥാനത്തിന് പിന്നീട് ഒരാളുണ്ട്. അത് ആരാണ് നടത്തുന്നത്, അവർ ഈ പറയുന്ന യൂറോപ്പിലേക്ക് എവിടെയും പോയിട്ടുണ്ടോ എന്നൊക്കെ പലപ്പോഴും ഉദാഹരണം പറഞ്ഞപ്പോൾ ജർമ്മനി എന്നൊക്കെ കമ്പനി നടത്തുന്ന ധാരാളം പേര്. അവർ ജർമ്മനി ഇരുന്നുകൊണ്ട് തന്നെ എനിക്കൊരു ബാംഗ്ലൂർ ബേസ്ഡ് ആയ കമ്പനി അറിയാൻ പറ്റും. അവർ റീസെൻ്റിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഭയങ്കര വിസ സക്സസ് ഉണ്ട് അവർക്ക്. അവർ ജർമ്മനാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പേഴ്സണലി അവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കമ്പനി. അവർ ഭയങ്കര രീതിയിൽ സക്സസ് സ്റ്റോറീസ് ഒക്കെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അതിൻ്റെ അർത്ഥം ആ കമ്പനി വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും വലിയ റെഫറൻസ് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഗോ ടു ദ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. ബിക്കോസ് ഞങ്ങൾ കൊണ്ടുപോകാവുന്നല്ല, ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്നൂടെ കാണിക്കണം. സോ അങ്ങനെ അതിൽ കൂടുതൽ നമുക്കൊരു കമ്പനിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ആളുകൾ വിചാരിക്കും അത് പക്ക പ്രൊമോഷൻ ആണെന്ന്, പക്ഷെ ആക്ച്വലി അത് പ്രൊമോഷൻ അല്ല. ഇത് ഇന്ന പോലെ നടക്കുന്നുണ്ട്, ആളുകൾ അറിയണം. ഒന്നാമത് ഈ പലപ്പോഴും പല ആളുകളും മടിയാണ്, പലരും മുങ്ങും. അപ്പൊ ഞങ്ങൾക്ക് വിസ കിട്ടുന്ന ഒരു 90% ആളുകളും മുങ്ങും. ഞങ്ങളുടെ അല്ലേ ഞങ്ങള്, കാരണം ഇവർക്ക് ക്യാമറ മുന്നിൽ വരാനൊക്കെ പേടിയൊക്കെ തന്നെയാണ്. അല്ലേ പ്രശ്നം എന്ന് പറയുന്നത് നാളെ മുതൽ മെസ്സേജ് കൊടുക്കടാ എന്നെ കൂടെ ഇത് പേടിച്ച് തന്നെ ഒരു പലരും അവിടെ ചെന്നിട്ട് നമ്പർ മാറുക പതിവ്. ഇപ്പം നമ്മുടെ ഈ സാധാരണഗതി ഞങ്ങൾ പണ്ടൊക്കെ തുടക്കകാലത്തൊക്കെ ഞങ്ങൾ റെഫറൻസ് നമ്പർ കൊടുക്കുമായിരുന്നു. യൂറോപ്പിൽ പോയാൽ, അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ
ഇവർ ഇത് ശല്യം കാരണം അന്ന് തൊട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മേഡം ഞങ്ങളുടെ ഓഫീസിലൊരു ക്ലയൻ്റ് ആയിട്ട് വരുന്നു, കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ഓക്കെ നിങ്ങൾ ഡോക്ടർ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വേറൊരു ഡോക്ടറിന്റെ നമ്പർ തരുന്നു. അപ്പം നേരെ ആദ്യത്തെ ദിവസം മേഡം വാട്സപ്പ് ചെയ്യും, ഹലോ ഞാൻ ഇന്ന ഡെന്റിസ്റ്റാണ്, ഇന്നയാണ്, ഞാൻ ഇങ്ങനെ കാനഡ വരാൻ ആഗ്രഹിക്കുന്ന ആവശ്യം. അപ്പോൾ ആദ്യം എന്താ പറയും, ഒരു കുഴപ്പമില്ല വന്നോ ഞങ്ങളൊക്കെ നോക്കാം. മേഡം നൈസായിട്ട് ഈ നമ്പർ ഫാദറിൻ്റെ കൊടുക്കും അല്ലെങ്കിൽ മദറിൻ്റെ കൊടുക്കും. ഈ ഫാദറും മദറും അവരെ കോൺടാക്ട് ചെയ്യുന്നു. അതിനുശേഷം അങ്കിൾ ഉണ്ടാവും അല്ലേ വീട്ടിൽ, അങ്കിളിന് നമ്പർ കൊടുക്കും അല്ലേ. അപ്പം അങ്കിൾ എന്ത് ഒന്ന് നോക്കണേ, മോടെ കാര്യമാണ്. അപ്പം അങ്കിള് ആരെ കോൺടാക്ട് ചെയ്യും, അവര്. അപ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, നിങ്ങൾ ക്ലോസ്ഡ് ആണ്. അപ്പം അവരെ വരെ എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു സംഭവം നമ്മുടെ സാധാരണ മലയാളികൾക്ക് ഉള്ളതാണ്. അപ്പം ഒരാൾ പറഞ്ഞാൽ പോലും അങ്ങനെ വിശ്വസിക്കും. അപ്പം പലരും ഈ പറയുന്ന റെഫറൻസ് ഒന്നും നമ്പർ കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഇവിടുന്ന് സമാധാനം തേടിയാണ് വേറൊരു രാജ്യത്ത് പോയി അവിടെ ജോലി ചെയ്യുകയാണ്, അവർ വെറുതെ ഇരിക്കുകയല്ല. അപ്പോൾ റെഫറൻസ് നമ്പർ ഒരു ഏജൻസിയിൽ നിന്ന് കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എനിക്ക് എപ്പോഴും ഇപ്പോൾ പറയാറുള്ളത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ് ഓഫ് ദ കമ്പനി എന്നാ പറയുക അല്ലേ. അവരുടെ ആ ലിങ്കിലൊക്കെ കയറി നോക്കുക, അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എപ്പോഴും ഈ പറയുന്ന എനിക്കിപ്പോൾ യൂറോപ്പിലെ ഒരു കഥയനുസരിച്ച് ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് ഒന്ന് മാറ്റി ചവിട്ട് നോൺ ഷെങ്കൻ കൺട്രീസൊക്കെ നോക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഈ വിസയുള്ള രാജ്യങ്ങൾ നോക്കുക. സെർബിയ പോലുള്ള കോൺസുലേറ്റ് ഒക്കെ നോക്കുക. സെർബിയ എന്നൊക്കെ സ്റ്റാമ്പിങ് നമുക്ക് നേരിട്ട് പോയി സ്റ്റാമ്പ് ചെയ്തെടുക്കാൻ പറ്റും. മൊണ്ടിനീഗ്രോ നമുക്ക് നേരിട്ട് പോകാൻ പറ്റിയ കൺട്രിയാണ്. കാരണം ഇപ്പോൾ യൂറോപ്പിലേക്ക് എൻട്രി ചെയ്യുന്ന ഇതൊക്കെ ഒരേ ക്ലൈമറ്റും ഒരേ ആഹാര രീതിയും ഒരേ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഷെങ്കൻ ആകുമ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ട്. അതാണ് ഇവർ ഷെങ്കൻ കൺട്രി നോക്കുന്നത്. പക്ഷേ പലരും തെറ്റിദ്ധരിക്കുകയാണ്, നിങ്ങൾക്ക് ടൂറിസ്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ കിട്ടും ഈസി ആയിട്ട്, നിങ്ങൾക്ക് ഷെങ്കൻ രാജ്യത്തൊക്കെ പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് വേറൊരു കൺട്രി ഇപ്പോൾ ജോലി കണ്ടുപിടിക്കുക നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇമിഗ്രേഷൻ നയമൊക്കെ സ്ട്രോങ് ആണ്. അങ്ങനെ പെട്ടെന്നൊന്നും മാറാൻ പറ്റില്ല. ഒരു നല്ല കമ്പനി കിട്ടണം. ആ കമ്പനി നിങ്ങളെ പഴയ കമ്പനി നിങ്ങൾ എന്തെന്ന് ഇറങ്ങിയെന്ന് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പോളണ്ടിലുള്ള കമ്പനി ഇന്നവൻ ചാടി ജർമ്മനിയിലുള്ള കമ്പനി വരുമ്പോൾ അവർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇവൻ നീ അവിടെ നിന്ന് ഒരു ഇല്ലീഗലായിട്ട് NOC ഒന്നും ഇല്ലാതെ പുറത്ത് ചാടി ഇവിടെ വന്ന് എനിക്കൊരു ജോലി തരണം തോന്നുമ്പോൾ നീ ഇവിടെ നേരത്തെ ഇവിടെ ആയിരുന്നു ആ കമ്പനി. അപ്പം ഈ കമ്പനി ഇതുവൻ പോകത്തില്ലെന്ന് ഉറപ്പെന്താ? ഈ കമ്പനിയിൽ നിന്ന് പോകില്ലെന്ന് ഒരു ഉറപ്പില്ലല്ലോ. നാളെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഫ്രാൻസ് കിട്ടിയവൻ എന്ത് ചെയ്യും? അപ്പോൾ അവരെടുക്കുന്ന വലിയ വിശ്വാസമുണ്ടോ? ഇല്ല. അവിടെ ഇങ്ങനെ വലിയ കോൺട്രാക്റ്റോ എഗ്രിമെൻ്റ് ഒന്നുമില്ല. അത് നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ പോലെ വലിയ ഇന്ത്യയിലൊക്കെ നമുക്ക് കോൺട്രാക്റ്റ് ഒക്കെ വെക്കാം. അവിടെ നോട്ടീസ് പീരീഡിൽ നിന്ന് നിൽക്കേണ്ട കാര്യമുള്ളൂ, അവർക്ക് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ പറയുന്ന യുവത്വത്തോട് പറയാനുള്ളത്. നിങ്ങൾ യൂറോപ്പിൽ പോകുന്നത് തെറ്റായ കാര്യമേ അല്ല. ഒന്ന് യൂറോപ്പിനെ പറ്റി പഠിക്കുക. ഈ പറയുന്ന ട്രാവൽ ബ്ലോഗിലൂടെ അല്ല നിങ്ങൾ കാണേണ്ടത് യൂറോപ്പിനെ. നിങ്ങൾ അവർ പോയിട്ടുള്ള അവരുടെ ലേബർ ജോലികൾ എന്താണെന്ന്, ഈ വെയർ ഹൗസ് എന്താണെന്ന്, അവിടെ വെയർ ഹൗസിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾ ജനറൽ വർക്ക് അൺസ്കിൽഡ് ആണ് പോകണമെങ്കിൽ യൂട്യൂബിലൂടെ യൂറോപ്പിലെ അൺസ്കിൽഡ് ജോലികളെ പറ്റി കാണുക. നമ്മൾ ചിലപ്പോൾ പുറത്തിറങ്ങി ഈ പറയുന്ന മൈനസിലൊക്കെ നമ്മൾ പോയി ഒരു കൺസ്ട്രക്ഷൻ വർക്ക്, ഇപ്പം നമ്മളൊരു കമ്പനി കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ഉറപ്പായിട്ട് എഴുതി വെക്കില്ല നിങ്ങൾക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ. ആ കമ്പനിയുടെ അൺസ്കിൽഡ് എല്ലാ ജോലിയും നിങ്ങൾക്ക് പുറത്തൊരു കൺസ്ട്രക്ഷൻ വർക്കാണ് ഒരു മാസം കിട്ടുന്നത്. അന്ന് ഏറ്റവും നല്ല തണുപ്പാണ് അവിടെ. നിങ്ങൾ ആ തണുപ്പത്ത് ആ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ വെറുതെ ഒരു രാജ്യം നമുക്ക് വിസ തരില്ല, വെറുതെ ഒരു കമ്പനി നമുക്ക് വിസ തരില്ല. നമ്മുടെ ഏറ്റവും നല്ല കഴിവിനെ അവർ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഈ അൺസ്കിൽ എന്ന് പറയുന്നത് ശാരീരിക അധ്വാനമുള്ള ജോലി തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് രക്ഷപ്പെടുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. യുവാക്കൾ ഇങ്ങനെ ചെയ്യാം. കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ് നഴ്സുമാരെ കല്യാണം കഴിച്ചിട്ട്. പക്ഷെ എല്ലാ നഴ്സുമാരും അങ്ങനെ കല്യാണം കഴിക്കാൻ തയ്യാറല്ലല്ലോ. ഇപ്പോൾ നിലവിൽ കല്യാണമേ കഴിക്കാൻ തയ്യാറാവില്ല.